ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു മെഹന്തി വ്ളോഗാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്ന് കൈയിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഡിസൈൻ വരച്ചെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടെ പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കണം. അതിന് ശേഷം ആ ഫ്ലവറിന് മുകളിലായിട്ട് അടുത്തൊരു ഫ്ലവറും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അങ്ങനെ 3 ഫ്ലവേഴ്സിനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. ഇനി എല്ലാ ഫ്ലവേഴ്സും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ എൻഡ് ലൈനിലായിട്ട് ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ 3 ഫ്ലവേഴ്സിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. ഇങ്ങനെ 3 ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിന് താഴെയായിട്ട് കർവ് വരുന്ന 2 ലൈൻസ് ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ കർവ് വരുന്ന ലൈനിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. ഈ ലൈനിൻ്റെ 2 അറ്റങ്ങളും ലൈറ്റായിട്ട് വേണം വരച്ച് കൊടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഈ 2 ലൈൻസിൻ്റെയും എൻ്റെ ഭാഗത്ത് ഇത്തിരി വലുപ്പ വ്യത്യാസത്തിൽ വേണം വരച്ച് കൊടുക്കാൻ കേട്ടോ. ഒരു ലൈന് ഇത്തിരി വലുപ്പത്തിലും ഒരു ലൈന് ഇത്തിരി വലുപ്പം കുറച്ചിട്ടും വേണം വരച്ചെടുക്കാൻ കേട്ടോ. ഇങ്ങനെ 2 ലൈൻസിനും കൂടെ 4 ഇതുപോലെ കർവ് വരുന്ന ഡിസൈൻസ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഈ ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ടും ഇതുപോലെ തന്നെ 2 കർവ് വരുന്ന ലൈൻസ് ഒന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് താഴെ ചെയ്ത പോലെ തന്നെ ഈ ലൈൻസിൻ്റെ 4 സൈഡിലും ഇതുപോലെ സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കട്ടികൂട്ടി വരച്ച് കൊടുക്കുക കേട്ടോ. ഇത്തവണത്തെ മെഹന്തി കോണിന് കാര്യമായിട്ട് തന്നെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സാധാരണ ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെന്തോ ഒത്തിരി ടൈം എടുത്തിട്ടാണ് ഈ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ഇനി ഇതുപോലെ ഡിസൈൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ട് ലീവ്സിന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 ഫ്ലവേഴ്സിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ലീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ സ്പേസ് വരുന്ന ഭാഗത്ത് ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കൂടുതൽ വരുന്ന ഭാഗത്ത് 5 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടോ. ഈ ഒരു ഡിസൈൻ മാത്രമായിട്ടും വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഡിസൈൻസ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത സൈഡിലും ഇതുപോലെ സ്പൈറൽ വരച്ചിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ 3 ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. അങ്ങനെ ഫ്ലവേഴ്സ് വരച്ചെടുക്കുമ്പോൾ ഉള്ളിൽ വരുന്ന പെറ്റൽസ് ലൈറ്റായിട്ട് വേണം വരച്ചെടുക്കാൻ കേട്ടോ. എൻ്റെ മെഹന്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇത്തിരി കട്ടി കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ലീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലവേഴ്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കർവ് വരുന്ന ഒരു ലൈന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ലൈനിന് മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ലീവ്സ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് ലീവ്സും വരച്ചെടുത്ത ശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ തന്നെ കർവ് വരുന്ന രീതിയിൽ കുറച്ച് ലീവ്സ് വരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഈ ലീവ്സിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കർവ് വരുന്ന ലൈൻസ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഫ്ലവേഴ്സിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ച് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ ലീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ.
ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ സ്പേസ് വരുന്ന ഭാഗത്തൊക്കെ എണ്ണം കൂട്ടി വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫിംഗറിൽ ഡിസൈൻ വരച്ചെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്തു നിന്നും താഴോട്ട് വരുന്ന രീതിയിൽ 5 ലീവ്സ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.